നമസ്കാരം. പ്രധാന വാർത്തകൾ. സഞ്ജു സാംസൺ ഇനി മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ. മലയാളി താരത്തിന്റെ കൈമാറ്റം സംബന്ധിച്ച നടപടികൾ പൂർണ്ണമായി. വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ, സാം കറൻ എന്നിവർ രാജസ്ഥാനിലേക്ക് പോകും. മൂവരും ധാരണാപത്രത്തിൽ 2 ദിവസം മുമ്പ് ഒപ്പുവെച്ചിരുന്നു. നേരത്തെ കറനെ ഉൾപ്പെടുത്തുന്നതിൽ രാജസ്ഥാന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. സഞ്ജുവിന് പകരം രാജസ്ഥാനെ രവീന്ദ്ര ജഡേജ നയിക്കുമെന്നാണ് അറിയുന്നത്. നായികാസ്ഥാനം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ജഡേജ തന്റെ ആദ്യ ക്ലബായ രാജസ്ഥാനിലെത്തുന്നത്. BJP സ്ഥാനാർത്ഥിയായി A. സമ്പത്തിന്റെ സഹോദരൻ. CPIM നേതാവും മുൻ MP-യുമായ A. സമ്പത്തിന്റെ സഹോദരൻ A. കസ്തൂരി തൈക്കാട് വാർഡിലെ BJP സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം സഹോദരനുമായി സംസാരിച്ചുവെന്നും നിന്റെ തീരുമാനം നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്ന് സഹോദരൻ മറുപടി നൽകിയെന്നും കസ്തൂരി പറഞ്ഞു. ഒരു കാരണവശാലും BJP സ്ഥാനാർത്ഥിയായി നീ ജയിക്കില്ല എന്ന് സഹോദരൻ പറഞ്ഞുവെന്നും കസ്തൂരി വ്യക്തമാക്കി. തൈക്കാട് വാർഡ് കൗൺസിലറായാണ് സമ്പത്ത് തെരഞ്ഞെടുപ്പ് ജീവിതം ആരംഭിച്ചത്. ആശീർവാദം കമ്മ്യൂണിസ്റ്റുകാരനായ സഹോദരന്റെ രീതിയല്ലെന്നും താൻ പരിവാർ സംഘടനകളുമായി അടുത്ത് പ്രവർത്തിക്കുന്നത് കുടുംബത്തിനുള്ളിൽ ചർച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിയ്യൂർ ജയിലിൽ തടവുകാർ ജീവനക്കാരനെ ആക്രമിച്ചു. 2 പേർ ആശുപത്രിയിൽ. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാർ ജീവനക്കാരനെയും മറ്റൊരു തടവുകാരനെയും ആക്രമിച്ചു. ജീവനക്കാരനായ അഭിജിത്ത്, തടവുകാരനായ റെജി എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാവോയിസ്റ്റ് കേസിലെ പ്രതി മനോജ്, കാപ്പ കേസ് പ്രതി അസറുദ്ദീൻ എന്നിവരാണ് ആക്രമിച്ചത്. വൈകിട്ട് 5:30 ശേഷം സെല്ലിൽ കയറാൻ വിസമ്മതിച്ച ഇവർ ജീവനക്കാരനെ കമ്പി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ജീവനക്കാരനെ ആക്രമിക്കുന്നത് തടയുന്നതിനിടെയാണ് മറ്റൊരു തടവുകാരന് പരിക്കേറ്റത്. മാവോയിസ്റ്റ് കേസിലെ പ്രതി ജയിലിൽ വെച്ച് തുടർച്ചയായി മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. LP സ്കൂൾ വിദ്യാർത്ഥിനിയായ ബാലികയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ശിക്ഷ വിധിച്ച കോടതി. കോഴിക്കോട് ആയഞ്ചേരി തറപ്പോയിൽ സ്വദേശിയായ 61-കാരനാണ് 74 വർഷം കഠിന തടവിനും പിഴയൊടുക്കാനും കോടതി വിധിച്ചത്. നാദാപുരം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് K. നൌഷാദ് അലിയാണ് ശിക്ഷ വിധിച്ചത്. 2024 ജനുവരിയിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. കുട്ടിയുടെ അമ്മ മരിച്ചപ്പോൾ രക്ഷകർത്താവായി എത്തിയതായിരുന്നു 61-കാരൻ. എന്നാൽ പിന്നീട് ഇയാൾ കുട്ടിയെ പലതവണ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. സ്കൂളിൽ വെച്ച് അധ്യാപികയോട് കുട്ടി കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് ദാരുണ സംഭവം പുറംലോകം അറിഞ്ഞത്. തുടർന്ന് പ്രധാനാധ്യാപിക പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ദേശീയപാതയിൽ വീണ്ടും തകർച്ച. കോട്ടക്കുന്നിൽ സംരക്ഷണ ഭിത്തി തെന്നിമാറി. സംസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വീണ്ടും തകർച്ച. കണ്ണൂർ പൂഴാതി കോട്ടക്കുന്നിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. വശങ്ങൾ കെട്ടി ഉയർത്തിയ ഭാഗത്ത് റോഡിൽ മണ്ണ് നികത്തുന്നതിനിടെയാണ് തകർച്ചയുണ്ടായത്. 32 അടിയോളം ഉയരമുള്ള സംരക്ഷണ ഭിത്തി തെന്നിമാറിയ നിലയിലാണ്. ഭിത്തിയുടെ അടിഭാഗം 2 അടിയോളം തെന്നിമാറിയ നിലയിലാണുള്ളത്. സംഭവത്തെ തുടർന്ന് കോട്ടക്കുന്ന് KV സുമേഷ് MLA സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണ കമ്പനിയായ വിശ്വസമുദ്രയുടെ പ്രൊജക്ട് മാനേജർ ചക്രപാണിയുമായും സേഫ്റ്റി ഓഫീസർമാരുമായും MLA സംസാരിച്ചു. പ്രദേശവാസികളുടെ ആശങ്ക അവരെ അറിയിച്ചു.